ഗൈസ് അപ്പം ഞങ്ങള് നൈറ്റ് ഇറങ്ങിയതാണ് ജോസ് ഫെയർ നൈറ്റ് മാർക്കറ്റിൽ ഇറങ്ങിയതാണ്. അപ്പം ഇവിടെ എത്തിയപ്പോ ഞങ്ങളൊരു സാധനത്തിന്റെ മുമ്പിൽ ഇങ്ങനെ ഇരിക്കുകയാണ് ഗൈസ്. അതിനെ നോക്കിയാണ് ഞാൻ എന്റെ മാംഗോ. അതെ, വലിയൊരു മുതല. ഇവള് ലൈഫിൽ ഇതുവരെ മുതലിറച്ചി കഴിച്ചിട്ടില്ല. ഇവളെ വീട്ടിൽ നിന്ന് പ്രത്യേകിച്ച് പറഞ്ഞ് ഒന്നും ഇങ്ങനത്തെ കഴിക്കരുത്. പ്രത്യേകം പറഞ്ഞു വിട്ടിട്ടുണ്ട് ഇങ്ങനത്തെ ഒന്നും കഴിക്കരുത്, ഫുഡ് കഴിച്ചാൽ മതി, അതും ഇതൊന്നും കഴിക്കരുത്. അപ്പൊ ഞാൻ മുൻകൈ എടുത്തിട്ട് അത് തെറ്റിക്കാൻ പോവാണ്. എന്തായാലും ഇന്ന് ഇവളെ കൊണ്ട് മുതലിറച്ചി കഴിപ്പിക്കും. ആ മുതലേനെ നോക്കിയ വലിയ മുതലേനോ അതിൽ കുഞ്ഞു മുതല കാണിച്ചേ, കണ്ടില്ലേ? ഇതാണ് മുതലട്ടോ, വലിയ മുതലാണ്. ഞാൻ അവിടെ പോയിട്ട് ശരിക്കും കാണിച്ചു തരാം. സോ ഇവൾ ഇന്നേരെ കഴിച്ചിട്ടില്ല. യു എക്സൈറ്റഡ്? ഒരു എക്സൈറ്റ്മെന്റും ഇല്ല. നമ്മളിവിടെ കൊണ്ട് കഴിപ്പിക്കും ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പം അതാണ് മുതല. വാ വാടി, തമാശ കളിക്കില്ലേ? ഈ കഴിക്കുന്ന പ്രോമിസ് അതാ. ബാ ബാ ബാ. ആ ശരിക്കുള്ള മുതലേനെ കഴിക്കണ്ടേ? വാ, ഞാൻ എത്ര വില വയ്ക്കട്ടെ? നീ വാ, ഇല്ല ജ്യൂസ് എടുക്കും കൊടുപ്പാട്. വാ ബേബി, തമാശ. ഗൈസ്, അപ്പം ഇതാണ് നമ്മളുടെ ക്രോക്കഡൈൽ. ഞാൻ ഇതാക്കണ ബ്രോനോടൊന്ന് പറഞ്ഞിട്ടുണ്ട്. സോ സ്പൈസിയാണ് പറഞ്ഞത്. എൻ്റെ ഒന്ന് അവിടെ എടുത്തിട്ടുണ്ട്. സോ ഇതാണ് മുതലട്ടോ. മുതലെന്ന് നോക്കിയാൽ എൻ്റെ മോനെ, മുതലിൻ്റെ തലൻ്റെ ഉള്ളിൽ വേറെ തതല. ഡി വാ വാ, തമാശ വാ വാ. അല്ലെ തമാശ കളിക്കില്ല, വാ വാ. ഞാൻ ഓൾറെഡി പറഞ്ഞു. ഇല്ലില്ല, വാ 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 വാ. ഇനി വന്നില്ല ഞാൻ ചവിട്ടി വിടും. വാ വെള ഉടായിപ്പാടാ, ഫുള്ളുടായി. തമാശ കളിക്കല്. എടി സ്വീറ്റാണ്, സീരിയസ്ലി. അവള് മുതല കഴിക്കാൻ വരുന്നില്ല. എന്തായാലും ഞാൻ സാധനം ഓർഡർ ചെയ്തിട്ട് ഇത് കണ്ടിട്ട് എനിക്ക് കഴിക്കാൻ തോന്നുന്നു കേസ്. തമ്പുരാട്ടി വരുന്നുണ്ട്. സോ ദിസ് ഈസ് പൈസ കൊടുക്ക് നിന്റെലാണ് പൈസ. ഓക്കെ, സോ 100 ബാത്താണ് കേസ് ചെയ്യുന്നത്. അതായത് 100 ബാത്ത് ഏകദേശം 280 രൂപ നാട്ടിലത്തെ. സോ ഇവിടെ കൊടുക്കുകയാണെങ്കിൽ എന്റെ വാലറ്റിൽ നിന്നാണ് എടുത്ത് കൊടുക്കണം കേട്ടോ. അത് വേറെ കാര്യം. ആരുടെ വാലറ്റിനായാലും നമ്മളെ പൈസയാണ്. സോ ഇത് കണ്ടിട്ട് എന്ത് തോന്നുന്നു എനിക്ക്? പാവുണ്ട് ഒരു മുതല. ചെറിയ മുതല നോക്കിയാ എന്റെ മോനെ സീൻസ് ആണ് കേട്ടോ. ഇതൊക്കെയാണെങ്കിൽ ക്രൂരനാണ്. മുതല ഭയങ്കര ക്യൂട്ടാണ്. മുതൽ എന്തുകൊണ്ടാ ക്യൂട്ട്? എനിക്ക് തോന്നുന്നില്ല മുതല ക്യൂട്ടാണെന്ന്. ഒരു പാവം പിടിച്ചത്. അങ്ങനെ ഫൈനലി നീ പേടിക്കണ്ട, ഇത് കയറി കടിക്കുന്നില്ല. നീ ഫസ്റ്റ് കഴിക്കണം. അതാണ് നമ്മളെ ചലഞ്ച്. ഓക്കെ, അങ്ങനെ എന്തെങ്കിലും കാണിച്ച അടിയാ. അങ്ങനെയൊന്നും കാണിക്കരുത്. ഫുഡിന് അങ്ങനെ കാണിക്കരുത്. ഫുഡിനെ എപ്പോഴും ബഹുമാനിക്കണം. എനിക്ക് നിന്നേക്കാൾ ബഹുമാനമുള്ള ഒരാളെ നാട്ടില് 280 രൂപ. മുതലെന്ന് പറയാണ്ട് നീ വല്ല പാമ്പാണെന്ന് പറഞ്ഞാൽ ഞാൻ പാമ്പിനാണ് തല എന്ന് പറഞ്ഞോക്ക്. സോ ചേട്ടനൊരു താറ്റ. ഇല്ല കഴിച്ചെന്ന് പറയാന്ന് കഴിക്കും. നീ കഴിച്ചില്ല, ഞാൻ പൊട്ടനല്ല. കഴിക്കടി. ഇല്ല കഴിക്കേ, ഫുള്ള് കഴിക്കേ. ഇല്ല കഴിക്കേ. കഴിക്കേ. എനിക്ക് ഒന്ന് മൈൻഡ് പ്രിപ്പയർ ആട്ടെ. ഞാൻ മൈൻഡ് പ്രിപ്പയർ ഇതാവട്ടെ. നിങ്ങളെ മൈൻഡ് ഇപ്പോഴൊന്ന് പ്രിപ്പയർ ആവാൻ തോന്നുന്നു. നിങ്ങളെ കള്ളക്കളി കളിക്കുക. കഴിക്കടി. ക്യാമറ ഓഫ് ആക്കിയിട്ട് എന്നോട് പറയാം, എടുത്ത് മാറ്റിട്ട് കഴിച്ചെന്ന് പറയാൻ. ഞാൻ സമ്മതിക്കുമോ? നടക്കില്ല പോളെ, നീ കഴിക്കാനൊക്കെ ഇവിടുന്ന് പോകാൻ കഴിയില്ല. കഴിക്കടി. ബേബി കഴിച്ചാൽ എൻ്റെ ബേബിക്ക് ലൂയി വിറ്റോന്റെ ബാഗ് വാങ്ങിക്കും. പ്രോമിസ്. നിന്നെ ഞാൻ ഏത് ബാങ്കിൽ കൊണ്ടുപോയാ പണയം വെക്കണ്ടേ? കഴിക്കും. എടി അടിപൊളി ടേസ്റ്റ് ആണ്. സീരിയസ് മീ, ട്രസ്റ്റ് മീ. കഴിച്ചോക്ക്. കഴിച്ചു നോക്കടിയുണ്ട്. എങ്ങനെയുണ്ട്? മുതലാന്ന് പറയോ? മുതലാന്ന് പറയില്ലല്ലോ. അയ്യോ, എന്റെ ബേബി വന്നത് കഴിച്ച. നീ കഴിക്കൂല? ഞാൻ
ഞാൻ കഴിക്കില്ല. അല്ലെങ്കിലും മുതലനൊക്കെ നമ്മൾ മുസ്ലിങ്ങൾ കഴിക്കാൻ പറ്റുമോ? ഹറാമായിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ ചെയ്യുന്നത്. ഞാൻ കഴിച്ചില്ല മുതലന. ഞാൻ കഴിക്കണത് നീ കണ്ടോ? ഞാൻ കഴിക്കണത് നീ കണ്ടോ? അനീഷിന്റെ ചോദ്യം, നീ കണ്ടോ? ഇവള് കണ്ടില്ല. വെറും തള്ളായിരുന്നു. ഇല്ല ഞാനും കഴിക്കും. Wow, so good bro. ശരിയല്ല. അങ്ങനെ നമ്മൾ ജീവിതത്തിൽ ആദ്യമായിട്ട് മുതലാർച്ച കഴിക്കും. ഹാപ്പി. എനിക്ക് പ്രോസസ് ചെയ്യാൻ കുറച്ച് സമയം വേണം. ഇനി അടുത്തത് എന്താണ് കഴിക്കേണ്ടത് ആദ്യ കമന്റ്. ഓക്കെ, നിങ്ങൾ പറഞ്ഞ എന്ത് ഞാൻ അൽഫിനെ കൊണ്ട് കഴിപ്പിച്ചിരിക്കും. നിങ്ങളാണ് കഴിക്കാൻ പോവാ. കൂറ, കോക്രോച്ച്, പല സാധനങ്ങളും നിങ്ങൾ താഴെ ഞാൻ അത് കഴിക്കും നടത്തില്ല. താഴത്ത് ഏറ്റവും കൂടുതൽ കമന്റ് വരുന്ന ഇൻസെക്ട്സ് അല്ലെങ്കിൽ പ്രാണി, കൊതു, വണ്ട് എന്തായാലും കമന്റ് ഏറ്റവും കൂടുതൽ വരുന്നത് ഇവിടെ കഴിക്കും. ബൈ.